നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്തറ. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം കൊണ്ട് രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. രേവതി നക്ഷത്രത്തിന് ഇപ്പൊ 4-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 4-ൽ വ്യാഴവും അതുപോലെ തന്നെ ശനി ജന്മത്തിലാണ്. അപ്പോൾ ജന്മശനിയും 4-ൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങളും ദോഷഫലങ്ങളും അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വിശദമായ വീഡിയോ ആണ്. അപ്പൊ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മുൻ അറിയിപ്പ് കൂടെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും നമുക്കതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് നമുക്കെല്ലാം അനുകൂലമാകുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ കൂടെയാണ്. അപ്പോൾ ഈശ്വരനാമത്തിൽ എല്ലാവരും ഇത് പൂർണ്ണമായി കേൾക്കണമെന്ന് എളിയ അഭ്യർത്ഥനയാണ്. അപ്പോൾ ജന്മശനി നടക്കുന്ന കാലമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ജന്മശനിയിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് അഗ്നിഭയം ഉണ്ടാവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട്. പൊള്ളലേക്കാം. നമ്മുടെ എന്തെങ്കിലും വിലപിടുത്തുള്ള സാധനങ്ങൾ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഡ്രസ്സിൽ തീപ്പൊള്ളൽ, ഇപ്പം സിഗരറ്റൊക്കെ വലിക്കുന്നവരാണെങ്കിൽ തീപ്പൊള്ളലേറ്റ് ഡ്രസ്സ് ഡാമേജ് ആവാനുള്ള സാധ്യത. അപ്പോൾ അഗ്നി സംബന്ധമായ അല്ലെങ്കിൽ വീട്ടിൽ ഇലക്ട്രിക് കംപ്ലൈന്റ് വന്നിട്ട് അതിന് കുറച്ച് കാശ് ചിലവാകുന്ന ഒരവസ്ഥ. അങ്ങനെ അഗ്നി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കറണ്ടിനെ സംബന്ധമായിട്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു പോവുക. അപ്പോൾ അതിനു വേണ്ടി കാശ് ചിലവാക്കേണ്ടി വരിക. അപ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ വൈദ്യുതി കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ വൈദ്യുതി സംബന്ധമായ വിഷയങ്ങൾ അഗ്നി എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളൊരു കാലഘട്ടമായതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ വിഷഭയം ഉണ്ടാവാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ആഹാരം പോയി കഴിക്കുന്നവരാണെങ്കിൽ ഫുഡ് പോയിസൺ പോലുള്ള വിഷയങ്ങൾ വരാം. വിഷാംശമുള്ള അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള മലക്കറി വിഷാംശം കൂടുതൽ അടിച്ച മലക്കറികൾ, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ വിഷാംശം ഉള്ളിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കൈവശം പോലുള്ള വിഷയങ്ങളും ആവാം. അപ്പം വിഷാംശം ഉള്ളിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ വയറ് പ്രശ്നങ്ങൾ വരാനും സ്കിന്നിന് പ്രയാസങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലോ നമ്മുടെ ശത്രു ഭവനങ്ങളിലോ ഒക്കെ പോയിട്ട് ആഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്ത് നിന്ന് ആഹാരം കഴിക്കുന്ന അസമയങ്ങളിൽ ആഹാരം കഴിക്കുക. അപ്പൊ ഇതുപോലുള്ള ആഹാര രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഫുഡ് പോയിസൺ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെയുള്ള വിഷാംശങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് ഒഴിവാക്കി എടുക്കാൻ പറ്റും. പിന്നെ വരുന്ന ഒരു പ്രധാന വിഷയങ്ങൾ സ്വജനങ്ങളിൽ നിന്ന് നമുക്ക് വിഷമം അനുഭവിക്കാനുള്ള ഒരു യോഗം കാണിക്കുന്നുണ്ട്. അപ്പൊ സ്വജനങ്ങൾ നമ്മൾ വേണ്ടതുപോലെ നമ്മളടുത്ത് പെരുമാറുകയോ അല്ലെങ്കിൽ അവര് വഴി നമുക്ക് വിഷമത്തിന് ഇടയാവുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ താനോ തനിക്ക് തുല്യവർക്കോ മരണം വരെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതും ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മരണ വാർത്തകൾ കേൾക്കേണ്ടി വരികയോ നമ്മളെ കുടുംബത്തിൽ മരണം നടക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വരുന്നത് അതിന്റെ ഫലങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ചെറിയ അസുഖങ്ങളൊക്കെ വരും, നമുക്കറിയാം. ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്നവർ അത് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ വെച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടുന്നത് ഈ സമയത്ത് നമുക്ക് വലിയ ആപത്തുകൾ ഒഴിഞ്ഞു പോകാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം വിട്ട് അന്യ സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വീട് വിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെ വിട്ടോ വിട്ടുപിരിഞ്ഞു പോയി മറ്റൊരു ഗ്രഹത്തിൽ താമസിച്ച് അന്യഭക്ഷണവും അന്യന്റെ സംരക്ഷണയിലും കഴിയേണ്ട ഒരു കാലഘട്ടമായിട്ട് ഈ വരുന്ന 2.5 വർഷം, ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ 2.5 വർഷത്തിനകത്ത് ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു സാധ്യത സൂചന തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി വന്നാലും വരും. കാരണം നമ്മൾ ജാതകപ്രകാരം നമുക്ക് നല്ല സമയമാണ് അല്ലെങ്കിൽ എങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളിലൊക്കെ ഈ പറഞ്ഞ 10 മുതൽ 25% വരെയൊക്കെ ദോഷഫലങ്ങൾ വരത്തുള്ളൂ. അല്ല ജാതകപ്രകാരവും സമയദോഷമാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ
100% അനുഭവിക്കുവാനുള്ള സാധ്യത, വരുമെന്നല്ല അനുഭവിക്കാനുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരമുണ്ട്, അതൊക്കെ ലാസ്റ്റ് പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നത്. അപ്പം കുടുംബത്തോടുകൂടിയും വിട്ടുപിരിയാനുള്ള യോഗം, കുടുംബക്കാരോടും ധനത്തിനോടും തന്നെ ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു വൈരാഗ്യം ഇതിലൊക്കെ തോന്നുവാനുള്ള സാധ്യതയുണ്ട്. വീട്ടുകാര് അല്ലെങ്കിൽ കുടുംബക്കാര് വേണ്ടപ്പെട്ടവരൊക്കെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ കൂടെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നീല, കറുപ്പ് തുടങ്ങിയ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷനുള്ള വസ്ത്രങ്ങളായിരിക്കും ഈ സമയം നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തരുന്നതോ നമ്മൾ പോയി സെലക്ട് ചെയ്യുന്നതോ ഈ നീലോ കറുപ്പ് എന്ന കളറുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സുകളായിരിക്കും ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതോ അതിന് നമുക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരുന്നതോ ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് താടിമുടികളൊക്കെ വളർത്താനുള്ള ഒരു ടെൻഡൻസി വരിക, അല്ലെങ്കിൽ ക്ലീൻ ഷേവൊക്കെ ആയിരുന്നവർ അതിലൊക്കെ ശ്രദ്ധ കുറയുക, ഈ താടി വളർത്തേണ്ടി വരിക, അല്ലെങ്കിൽ താടി ഇല്ലാത്തവർ താടി വെക്കുന്ന ഒരവസ്ഥ. അപ്പം മുടിയിൽ പരീക്ഷണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ മുടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾ, 4 വ്യാഴം തന്നെ ബന്ധുക്കൾ നിമിത്തം ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ കടം ചോദിക്കുകയോ ഏതെങ്കിലും തരത്തിൽ നമ്മളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇടപെടുവാനുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഈ കാട്ടിൽ പോലും മനസമാധാനം കിട്ടാത്ത ഒരു കാലഘട്ടമാണ് 4 വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലഘട്ടം രേവതി നക്ഷത്രക്കാർക്ക് അതിജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടദേവതാ പ്രീതി, നിങ്ങളെ കുടുംബക്ഷേത്രമാവാം, ഇഷ്ടദേവതയാവാം, ഉപാസനാമൂർത്തിയാവാം, ആ ശക്തികളുടെ അനുഗ്രഹം, അതിന്റെ ഉപാസന മടിയില്ലാതെ ചെയ്യുക. കാരണം ഈ സമയത്ത് ഈശ്വരനെ പോലും തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. ഈശ്വരൻ ഇല്ല, അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ രക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കരയുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ പക്കനാൾ തോറും ശിവക്ഷേത്രത്തില് ജലധാര, കൂവളമാല, പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ വിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം, നെയ്വിളക്ക് തുടങ്ങിയവ നമ്മൾ യഥാശക്തി നമ്മളെ കൊണ്ട് കഴിവനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പിന്നെ പലതര രോഗങ്ങൾ വരുവാനുള്ള ഒരു സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ജന്മാന്തരകൃതം പാവം വ്യാധി രൂപേണ ജായതേ, അതിന്റെ ശാന്തി എന്താണ്? ഔഷധം കൊണ്ടും ദാനം കൊണ്ടും ജപ ഹോമ അർച്ചനാദിവി ഇതൊക്കെ കൊണ്ട് നമുക്ക് ശാന്തി വരുത്തണമെന്ന് പറയും. ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങൾ രോഗമെന്ന നിലയിൽ ജനിക്കുന്നു. അവയുടെ ശമനം ഔഷധങ്ങൾ കൊണ്ടും ദാനം, ജപം, ഹോമം, അർച്ചന തുടങ്ങിയ പരിഹാര മാർഗങ്ങൾ നമ്മൾ തേടി ആ ദോഷങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എടുത്തു ചാടി വലിയ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ വരുവാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ സമയത്ത് വലിയ വലിയ പരിപാടികളിലൊക്കെ ഇറങ്ങിത്തിരിക്കാനും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ കുറച്ച് പ്രയാസങ്ങളും കാര്യതടസ്സങ്ങളും സമയക്കൂടുതലൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. വേദാടനമാണ്. നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്താൻ പലപ്പോഴും പറ്റാതെ വരുന്ന ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും ഉറച്ച ഈശ്വര വിശ്വാസവും ഇഷ്ടദേവതാ ഭജനവും കൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് മറികടന്ന് ഇഷ്ടബലം ആർജിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നമ്മൾക്ക് നെഗറ്റീവുകളാണ് പറഞ്ഞതെന്നും പറഞ്ഞ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കേണ്ട. പൂർവാധികം ശക്തിയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഗുരു കാരണന്മാരുടെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈശ്വര പ്രീതി വരുത്തുക. പിന്നെ നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. കാരണം അതിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരത്തില്ല. എന്നാൽ അതിൽ മോശ സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വേണ്ട പരിഹാര മാർഗങ്ങളിലൂടെ നമ്മൾ ചെയ്ത്
ഈ ദോഷങ്ങൾക്ക് ഒരു ശാന്തി വരുത്തി ജീവിതം കുറച്ചുകൂടെ ആ, ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ നല്ലൊരു വർഷം ഈ വ്യാഴമാറ്റം കൊണ്ടും അല്ലെങ്കിൽ ഈ ശനിയുടെ ചാരഫലം കൊണ്ടും നല്ലൊരു അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് സഹായിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ പിന്നെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രേവതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന താങ്കൾ രേവതി നക്ഷത്രക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളായാലും എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റഡി ചെയ്യാനും ഇനിയുള്ളവർക്ക് ഈ പറഞ്ഞതിൻ്റെ ഗുണഫലങ്ങളായാലും ദോഷഫലങ്ങളായാലും അത് നമുക്ക് വ്യക്തമായിട്ട് അവരെ അനുഭവത്തിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ ഇതൊരു സ്റ്റഡി പോലെയാണ്, ഒരു നമ്മളെ ഗവേഷണമാണ്. കാരണം ഓരോ നക്ഷത്രക്കാർക്കും ഈ വ്യത്യസ്തമായ ഒരു ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ വേണം. ഇത് പൊതുഫലമാണ്. പൊതുഫലം എല്ലാവർക്കും ഒരുപോലെ വരണം എന്നില്ല. എന്നാൽ ഇതിന്റെ കണ്ടന്റുകളെല്ലാം കൂടിയതായാലും കുറഞ്ഞ രീതിയിലായാലും എല്ലാവരുടെ അനുഭവത്തിൽ വരുമെന്നുള്ളതിനും സംശയമില്ല. അപ്പോ ഇനി അടുത്തൊരു നക്ഷത്രത്തിന്റെ ഫലങ്ങളുമായിട്ട് കാണുന്നതുവരെ നന്ദി.